പ്രിയപ്പെട്ട ഓസ്ട്രേലിയയിലെ ജ്ഞാനായ സഹോദരി സഹോദരന്മാരെ, ഓസ്ട്രേലിയയിൽ നടക്കുന്ന ജ്ഞാനായ സംഗമം 2026, നിങ്ങളതിന് പേരിട്ടിരിക്കുന്നത് തനിമ 2026. ആ കൺവെൻഷനിൽ വന്ന് സംബന്ധിക്കുന്നതിനു വേണ്ടി അവിടെയുള്ള വൈദിക ശ്രേഷ്ഠരും ആ കൺവെൻഷൻ നടക്കുന്ന ദേവാലയത്തിലെ പുതിയവും കൂടി പാസാക്കി അവർ വളരെ സന്തോഷത്തോടുകൂടി എന്നെ അറിയിച്ചപ്പോൾ അവിടെ വന്ന് ആ കൺവെൻഷനിൽ എല്ലാവരെയും കാണുന്നതിനും ആശംസകൾ അർപ്പിക്കുന്നതിനും വരുന്നതിന് ഞാൻ തീരുമാനിച്ചു. അതനുസരിച്ച് ഓസ്ട്രേലിയയിലേക്കുള്ള വിസ അടിക്കുന്നതിനു വേണ്ടി 2 മാസങ്ങൾക്ക് മുമ്പ് അത് കൊടുക്കുകയും 2031 വരെ വിസ ലഭിക്കുകയും ചെയ്തു. വരുന്നതിനുള്ള ടിക്കറ്റുകളും മറ്റുള്ള എല്ലാ ക്രമീകരണങ്ങളും എടുത്ത് നമ്മുടെ ജനത്തെ അവിടെ വന്ന് കാണുന്നതിനുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ മുഴുവൻ ചെയ്തു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ സമുദായത്തിലെ ഈ വഴക്കുകൾ, കലഹങ്ങൾ മൂലം ഇപ്പോൾ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യമായിട്ട് ജ്ഞാനായ സമുദായ മെത്രാപ്പൊലീത്തായ്ക്കും ജ്ഞാനായ സമുദായ സെക്രട്ടറിക്കുമായിട്ട് എതിരായിട്ട് വലിയ ഒരു മൂവ്മെന്റ്, ഒരു ചെറിയ ശതമാനം ആൾക്കാര്, 95% ജനങ്ങളും ജ്ഞാനായ സമുദായത്തിന്റെ കൂടെ ശക്തമായിട്ട് നിൽക്കുകയാണ്. ജ്ഞാനായ സമുദായത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുന്നതിനും ജ്ഞാനായ സമുദായത്തിന്റെ എൻഡോഗമി നിലനിർത്തുന്നതിനും ജ്ഞാനായ സമുദായം സൂര്യനും ചന്ദ്രനുമുള്ള നാളുകൾ നിലനിൽക്കണമെന്നുള്ള വാഞ്ചിയോടുകൂടി സമുദായത്തിലെ 95% ആൾക്കാരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം നടന്ന വനിതാ സമാജത്തിന്റെ ഇലക്ഷൻ 3 മേഖലകളിലും ഇലക്ഷൻ നടക്കുകയുണ്ടായി. കലിശേഖരി മേഖലയിലെ ബാലറ്റിലെ വെറും 5% പോലും സമുദായത്തിനെതിരായിട്ട് അവർക്ക് വോട്ട് കിട്ടിയില്ല. അതുപോലെ കേന്ദ്ര ഇലക്ഷൻ നടന്നു. മുഴുവൻ സീറ്റുകളും സമുദായത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് ആ വനിതാ സമാജത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അപ്പൊ അങ്ങനെ ജ്ഞാനായ സമുദായത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ചിലര് ജ്ഞാനായ സമുദായ സെക്രട്ടറിയെ അല്ലെങ്കിൽ ജ്ഞാനായ സമുദായ മെത്രാപ്പൊലീത്തായെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ്. എനിക്കിപ്പോൾ ഓസ്ട്രേലിയയിൽ അവിടെ വന്നില്ല എന്നുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെങ്കിൽ ഔദ്യോഗികമായിട്ട് ഇരിക്കുന്ന സമുദായ നേതൃത്വത്തിനെതിരെ ഗൂഢാലോചനയും കള്ള പെറ്റീഷനുകളും എല്ലാം ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ജനങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, ജ്ഞാനായ സമുദായ ഭരണഘടന നിലനിർത്തുന്നതിന് വേണ്ടി അതിനെതിരായിട്ട് വരുന്ന കേസുകളെയും അതുപോലെ ജ്ഞാനായ സമുദായ മെത്രാപ്പൊലീത്തായ്ക്ക് എതിരെ വരുന്ന കേസുകളെയും ശക്തമായിട്ട് കോടതികളിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശക്തമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ചിലർക്കൊന്നും സഹിക്കുന്നില്ല. നമുക്കറിയാം, യാതൊരുവിധമായ കാര്യങ്ങളും നിയമാനുസൃതമല്ലാതെ 2013 ഒരു ഭരണഘടനയുണ്ടാക്കി. ആ ഭരണഘടന എന്ന് പറയുന്നത് നിയമാനുസൃതം ഉണ്ടാക്കിയ ഭരണഘടനയല്ല. ഒത്തിരി ന്യൂനതകളുണ്ട്. ആ ന്യൂനതകളുള്ള ഭരണഘടന കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. എന്നാൽ 2013 തന്നെ ആ ഭരണഘടന നിലവിലുണ്ടെന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാർ ചേർന്ന് സമുദായ മെത്രാപ്പൊലീത്തായെ കൊണ്ട് കൽപ്പന ഇറക്കി. അതാണ് നിലവിൽ. കൽപ്പന ഇറക്കി ദേവാലയങ്ങളിൽ വായിപ്പിച്ചു. പക്ഷേ അതിനകത്ത് 2-3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. അത് നിലനിൽക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ ജ്ഞാനായ സമുദായ മെത്രാപ്പൊലീത്തായെ ഓരോ രീതിയിലും ചില ആളുകള് കമ്പല് ചെയ്തുകൊണ്ട് ചില കൽപ്പനകളും അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിന് തടസ്സം നിൽക്കുന്നത് സമുദായ സെക്രട്ടറിയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് നമ്മൾ ആരുടെയും കയ്യിൽ പിടിക്കുവാനോ അല്ലെങ്കിൽ
ആരെങ്കിലും ചെയ്യുന്നതിനെ ഇല്ലാതെയാക്കുവാനോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാനോ സമുദായ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ കാര്യങ്ങൾ പറയും. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ സമുദായത്തിന് ഇന്ന രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ സമുദായ സെക്രട്ടറി എന്ന നിലയിൽ എനിക്കൊരു കർത്തവ്യമുണ്ട്. അതിനാണ് മഹാഭൂരിപക്ഷത്തോടുകൂടി എന്നെ സമുദായത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ്. അങ്ങനെ സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമുദായ സെക്രട്ടറിയെ ഏതെല്ലാം രീതിയിൽ വകവരുത്താമോ അല്ലെ ഏതെല്ലാം രീതിയിൽ തടയാമോ അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും സമുദായ മെത്രാപ്പോലീത്തായും കൂടെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ അമേരിക്കയിൽ ചെന്നു. അമേരിക്കയിൽ ചെന്നിട്ട് അവിടെ എയർപോർട്ടിന് വെളിയിലിറങ്ങാതെ ഞങ്ങളെ തിരിച്ചുവിടുന്നതിനുള്ള ഒരു വലിയ ഗൂഢാലോചന അവിടെ നടന്നു. എന്നാൽ അവർക്കത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് 15-20 മിനിറ്റുകൾ ഞങ്ങൾക്ക് നഷ്ടമായെന്നല്ലാതെ അത് വെറും ഗൂഢാലോചനയായിരുന്നെന്നും കള്ളത്തരത്തിലുള്ള പെറ്റീഷനുകളാണ് അവിടെ ചെന്നതെന്നും അവിടുത്തെ എംബസിക്ക് അത് ബോധ്യപ്പെട്ടു. എന്ന് പറഞ്ഞതുപോലെ ഞാൻ വിദേശ രാജ്യങ്ങളിൽ സ്ഥിരമായിട്ട് പോകുന്നയാളാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ ചെന്നാൽ അവിടെ ഏതാണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുമെന്നുള്ള രീതിയിൽ കള്ള പെറ്റീഷനുകളാണ് അയച്ചിരിക്കുന്നത്. എന്നാൽ അതിനെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് അതിന്റെ ശരിയായ രീതി അവരെ ധരിപ്പിക്കുന്നതിനുള്ള ടൈം എനിക്കില്ലാതെ പോയി. ഒരു ദിവസം മുമ്പാണ് നമ്മളിത് അറിയുന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ എന്റെ ടിക്കറ്റ് എടുത്തത് ആ സമയം കഴിയുമ്പോൾ എന്റെ ടിക്കറ്റിന്റെ കാലാവധി കഴിയും. അതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്തു. അതാണ് എനിക്ക് അവിടെ എത്താൻ കഴിയാതെ വന്നതെന്നുള്ളത് ഓസ്ട്രേലിയയിലുള്ള എല്ലാ സഹോദരന്മാരെയും ഞാൻ അറിയിക്കുന്നു. നിങ്ങളുടെ സംഗമത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇനിയും നമുക്കറിയാമല്ലോ, ജ്ഞാനായ സമുദായത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ചിലരെ വർഷങ്ങളായിട്ട് ഈ ജ്ഞാനായ സമുദായത്തിന്റെ അതിന്റെ എൻഡോഗമിയെ തകർത്തുകൊണ്ടും അതിന്റെ ഭരണഘടനയെ തകർത്തുകൊണ്ടും സമുദായ മെത്രാപ്പോലീത്തായിക്ക് ഒന്നും പ്രവർത്തിക്കുവാനുള്ള അവസരം കൊടുക്കാതെ പോയ നാളുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 2018 ശേഷം ഈ സമുദായത്തില് നമുക്കറിയാമല്ലോ 8 വർഷത്തോളമായി ഈ സമുദായത്തിൽ എന്തെല്ലാം ഡെവലപ്മെന്റ് നടക്കുന്നു, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെല്ലാം വിരുദ്ധമായിട്ടാണ് ഓരോരുത്തരുടെ പ്രവർത്തനം. ആ പ്രവർത്തനങ്ങൾ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കട്ടെ. പക്ഷേ സമുദായത്തിന് ഒരു പോറല് പോലും ഏക്കാതെ സമുദായത്തിന്റെ നിലനിൽപ്പിന് ചെയ്യാമെന്നതിന്റെ മാക്സിമം ചെയ്യാൻ നിങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജ്ഞാനായ സമുദായ അംഗങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ കാലാവധി തീരുന്നതുവരെയും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായെ അകാരണമായി സസ്പെൻഡ് ചെയ്യുന്നു. ദേവാലയങ്ങളിൽ വൈദികരെ വിടാതെ കുർബാന മുടക്കുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ. ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായെ യാക്കോബായ സമുദായത്തിൽ കയറ്റാതെ ഇരിക്കുന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഇതെല്ലാം തീരട്ടെന്ന് വിചാരിച്ച് ഒരു കോംപ്രമൈസ് ചർച്ചയുമായിട്ട് പല കോംപ്രമൈസുകളും കഴിഞ്ഞു. യാക്കോബായ സഭയിലെ ഇപ്പോഴത്തെ കാതോലിക്ക ബാബായുമായിട്ട് പല ചർച്ചകൾ നടത്തി. ഒന്നും വിജയം കണ്ടില്ല. ഇപ്പോൾ ജ്ഞാനായ സമുദായത്തിലെ കുറെ വൈദികരെ സമുദായ മെത്രാപ്പോലീത്ത സമുദായത്തിൽ വിഷയങ്ങളുണ്ട് തീരട്ടെന്ന് പറഞ്ഞ് പരമേൽപ്പിച്ചു. എന്നാൽ അതിനെ പരമേൽപ്പിച്ചുകൊണ്ടിരുന്ന അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോയപ്പോൾ അതിന് കൊടുത്ത രേഖകൾ മുഴുവൻ കോടതിയിൽ കൊണ്ട് ഹാജരാക്കിയിരിക്കുകയാണ്. ആ മീറ്റിംഗ് കൂടുന്നതിന് വികാരി ജനറൽ കൊടുത്ത സർക്കുലറും അതുപോലെ തന്നെ സഹായമിത്രാച്ഛന്റെ ലെറ്ററും അതുമെല്ലാം കൊണ്ടത് കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ ഇത് തീരണമെന്ന് വല്ല ആത്മാർത്ഥതയും ഉണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെ സമുദായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിക്കെതിരായിട്ട് ഇപ്പോൾ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോയിരിക്കുക. ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്നില്ല എന്ന് വിചാരിച്ച് ഒന്നും സമുദായത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. ചെന്നാലും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ അമേരിക്കയിൽ പോയി അതാർക്കും പിടിച്ചിട്ടില്ല. അവിടുത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. UK പോയി അവിടെ ഒറ്റക്കെട്ടായിട്ട് അവിടുത്തെ ദേവാലയങ്ങളിലെല്ലാം നല്ല രീതിയിൽ സമുദായവുമായിട്ട് അവർ ചേർന്ന് പ്രവർത്തിച്ചു പോകുന്നു. ഇനി ഓസ്ട്രേലിയയിൽ ചെന്നാൽ അങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ള ഭയമായിരിക്കാം. ഏതായാലും പോയാലും പോയില്ലെങ്കിലും ജ്ഞാനായ സമുദായത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. അവരെ ആർക്കും തകർക്കുവാൻ കഴിയുകയില്ല. അതിപ്പോ പല മേഖലകളിലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഇങ്ങനെ ഹീനമായ പ്രവൃത്തികളൊന്നും ഞങ്ങൾ ചെയ്യാൻ പോകുന്നില്ല.
ഈ കൊടുക്കുന്നവരും ഒക്കെ എനിക്ക് എതിരായിട്ടോ അല്ലെ സമുദായ മെത്രാപ്പോലീത്തായ്ക്ക് എതിരായിട്ട് വിസ ക്യാൻസൽ ചെയ്യാനും എയർപോർട്ടിൽ ചെല്ലുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുവാനും അല്ലെങ്കിൽ അവിടുന്ന് കയറി വരുമ്പോൾ പ്രത്യേകമായ പെറ്റീഷനുകൾ കൊടുത്ത് അവിടെ ഞങ്ങളെ തടഞ്ഞു നിർത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങളൊന്നും ഞങ്ങൾ ചെയ്യത്തില്ല. അങ്ങനെ ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരും ഞങ്ങളുമായിട്ട് എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ലല്ലോ. അങ്ങനെയുള്ള നീചമായ പ്രവർത്തികളൊന്നും സമുദായത്തിന്റെ ഭാഗത്തു നിന്നോ സമുദായത്തിന്റെ വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ഭാഗത്തു നിന്നോ ഒരിക്കലും ഉണ്ടാകുകയില്ല. ഇങ്ങനെയുള്ള നീചപ്രവർത്തികൾ ചെയ്ത് അവരെന്തെങ്കിലും നേടുന്നെങ്കിൽ നേടിക്കോട്ടെ. പക്ഷെങ്കില് ഒന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ജ്ഞാനായ സമുദായം ഒറ്റക്കെട്ടായിട്ട് തിരിക്കുമ്പോൾ അതിനെ വിഘടിപ്പിക്കുന്നതിന് വേണ്ടി ചിലർ ശ്രമിക്കുന്ന ഈ ശ്രമങ്ങളൊന്നും ഒരിക്കലും വിലപ്പോവുകയില്ല. അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്ന് ഏതാണ്ട് സംഭവിക്കും, അല്ലെങ്കിൽ അവിടെ ചെന്ന് ജ്ഞാനായ സമുദായത്തിൽ ഏതാണ്ട് പൊട്ടിത്തെറി ഉണ്ടാക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് പെറ്റീഷനുകളിൽ പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ പെറ്റീഷൻ കണ്ടിട്ടില്ല. അത് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. ഞാൻ ചെല്ലണമെന്ന് വളരെ ആഗ്രഹത്തോടു കൂടിയിരുന്ന ഓസ്ട്രേലിയയിലെ വൈദികരോടും അവിടെ ഇത് നടക്കുന്ന ഈ സംഗമം നടക്കുന്ന ദേവാലയത്തിലെ ട്രസ്റ്റി സെക്രട്ടറി, അവിടുത്തെ കമ്മിറ്റി അംഗങ്ങള്, അതുപോലെ തന്നെ അവിടുത്തെ ഇടവക ജനങ്ങള്, അവരോടും നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടില് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ മറ്റുള്ള ദേവാലയങ്ങളിലും എന്നെ ദേവാലയങ്ങളിലേക്ക് ക്ഷണിച്ച ആളുകളോടും നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളിലെ ഖേദം പ്രകടിപ്പിക്കുന്നു. ജ്ഞാനായ സമുദായം ഇങ്ങനെയുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഇങ്ങനെ സമുദായത്തെ ദ്രോഹിക്കുന്ന കുറെ ആളുകളുടെ കയ്യിൽ ഒരിക്കലും വീഴുകയില്ല. ഇതൊക്കെ ഏത് മഴ പെയ്താലും ആ മഴയ്ക്ക് ഒടുവിൽ ഒരു ശമനമുണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ ചിലതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും സമുദായത്തെ ഒരിക്കലും ആർക്കും തകർക്കുവാൻ കഴിയുകയില്ല. അത് മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇത്രയും നാളും എന്നെ പേഴ്സണലായിട്ട് ഉള്ള അറ്റാക്കുകൾ നടന്നുകൊണ്ടിരുന്നു. നമുക്കറിയാം 2 മാസത്തിന് മുമ്പ് തൊട്ട്. അപ്പൊ ജ്ഞാനായ സമുദായ സെക്രട്ടറി എങ്ങോട്ട് തിരിയുന്നോ അത് നോക്കി ഇങ്ങനെ എന്റെ പുറകെ കുറെ ആൾക്കാർ കൂടിയിട്ടുണ്ടെന്നുള്ളത് തന്നെ അതിന് ഒരു ഉദാഹരണമാണല്ലോ. അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുൻപോട്ട് പോട്ടെ. ജ്ഞാനായ സമുദായത്തിന്റെ ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുൻപോട്ട് പോകും. ഞങ്ങളെ തകർക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെയൊക്കെ മനസ്സിലെ അല്ലെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അതേ ഉള്ളൂ. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. ഞങ്ങൾ ഇതിനും ശക്തമായിട്ട് തന്നെ മുൻപോട്ട് പോകും. അതിനെല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓസ്ട്രേലിയയിലെ സഹോദരന്മാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.